3 ദിവസമായിട്ടും ഇപ്പോഴും ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തും മറ്റുമായിട്ട് മാലിന്യങ്ങൾ കുന്നുകൂടിയിരിക്കുന്നുവെന്നും എന്നാൽ ഇവ അടിയന്തരമായും മാറ്റിയെന്നുള്ള മേയറുടെ ഒരു പ്രസ്താവന അത് കൃത്യമായി നടന്നില്ല എന്നും ആരോപിച്ച് ഇപ്പം പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആറ്റുകാൽ കൗൺസിലറുടെ ഔദ്യോഗിക ഓഫീസിലേക്ക് വരെ ഡിവൈഎഫ്ഐയുടെ മാർച്ചുണ്ടായി. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ഇപ്പോൾ മേയർ വി രാജേഷ് ചേരുകയാണ്. ഈ പൊങ്കാല വളരെ നന്നായിട്ട് നടന്നു എന്നുള്ള പൊതുസമൂഹത്തിൻ്റെ വിലയിരുത്തലും ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മന്ത്രി തന്നെ പറഞ്ഞു നന്നായിട്ട് കോർപ്പറേഷൻ എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് പറഞ്ഞു. 8:30 മണിക്ക് തന്നെ ഞങ്ങൾ നഗരം കഴുകി വൃത്തിയാക്കി. അതിൽ കഴിഞ്ഞപ്പോഴേക്ക് CPM അവർക്കൊരു വളരെ വലിയൊരു വേദനയുണ്ട്. കാരണം ഇതിനെ പലതരത്തിലും താറടിച്ച് കാണിക്കാൻ CPM കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ ശ്രമിച്ചിരുന്നു. അതിന് സാധിച്ചില്ല. പിന്നെ 45 വർഷം അവർ ഭരിച്ചുകൊണ്ടിരുന്ന ഭരണം നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടാകുന്നൊരു വേദനയുണ്ടല്ലോ, നമുക്ക് അതിൽ നിന്നും അവരുടെ ഒരു വികാരം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ 1-2 ദിവസം കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വം ഭംഗിയായിട്ട് കോർപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ക്ഷേത്ര പരിസരത്ത് മാലിന്യം അങ്ങനെ തന്നെ കിടക്കുന്നു. അതിൻ്റെ അതൊക്കെ പഴയ വിഷ്വൽസാണ്. പണ്ട് നേരത്തെ ഉണ്ടായിരുന്നതും പൊങ്കാല കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉള്ള വിഷ്വൽസൊക്കെ എടുത്തിട്ടാണ് കാണിക്കുന്നത്. 8:30 മണിയായപ്പോഴേക്കും തന്നെ പ്രധാന റോഡുകളുടെയും രാത്രി ഒരു 12 മണിയോടുകൂടി ഇടറോഡുകളുടെയും മാലിന്യം വൃത്തിയാക്കി. ക്ഷേത്രത്തിൻ്റെ സമീപത്ത് ദേവി പിറ്റേ ദിവസം എഴുന്നള്ളത്തുള്ള പൊങ്കാലയുടെ പിറ്റേ ദിവസം ദേവിയുടെ എഴുന്നള്ളത്ത് പൂർത്തിയായതിനു ശേഷം മാത്രമേ വൃത്തിയാക്കാൻ സാധിക്കൂ എന്നുള്ള 2-3 ഇടറോഡുകളുണ്ടായിരുന്നു. ആ റോഡുകളൊക്കെ ഇന്നലെ വൈകുന്നേരത്തോട് വൃത്തിയാക്കി. അത് ദേവിയുടെ എഴുന്നള്ളത്ത് കഴിച്ചേ സാധിക്കുകയുള്ളൂ. ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് പഴയ വിഷ്വൽസൊക്കെ എടുത്തിട്ട് ചില മാധ്യമങ്ങളും ഒക്കെ പറയുകയാണ്. ഇപ്പോഴും ഒരിടത്തും മാലിന്യം ഇല്ല എന്നാണോ മേയർ പറയുന്നത്? അതായത് പഴയ മാലിന്യങ്ങളുടെ വിഷ്വൽസൊക്കെ എടുത്തു വെച്ച് പല കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ പൊങ്കാല ഭംഗിയായിട്ട് നടത്തി. ഇന്നലെയോടുകൂടി അതിൻ്റെ കണക്കുകളൊക്കെ നോക്കി തുടങ്ങി. മാലിന്യ സംസ്കരണമൊക്കെ മാലിന്യ നിർമ്മാർജ്ജനമൊക്കെ തന്നെ അന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും കോർപ്പറേഷൻ്റെ പ്രവർത്തന മികവ് ആണ് എന്ന് പലരും പ്രകീർത്തിച്ചത് കണ്ടപ്പോഴേക്കും CPM ചില മുൻ മേയർമാർക്കും ഒക്കെ തന്നെ ഒരു അസ്വസ്ഥതയുണ്ട്. ആ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതാണ്. അത്രമാത്രം ഇക്കാര്യത്തിൽ എനിക്ക് പറയാൻ പറ്റും. ബാക്കി ഞങ്ങൾ അടുത്ത പ്രവർത്തനത്തിലേക്ക് കടന്നു.